അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നേ ഉച്ചയ്ക്കത്തെ ലഞ്ച് എന്തൊക്കെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല കുത്തരീൻ്റെ ചോറുണ്ട്, പിന്നെ നമുക്ക് കായ ഉപ്പേരി, നല്ല പച്ചക്കായ ഇല്ല, അതാണ് കേട്ടോ കായ ഉപ്പേരി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടോ, ഇത് അങ്കമാലി സ്റ്റൈലിലുള്ളൊരു മാങ്ങ കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിയുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ വായിൽ വെള്ളം വരും. അപ്പോൾ അങ്കമാലി മാങ്ങാക്കറി, പിന്നെ ചെറുപയറിൻ്റെ ഒരു ഉപ്പേരിയും കൂടി ഉണ്ട്. ഇവിടെ എപ്പോഴും വെജിറ്റബിളും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പയർ വർഗ്ഗങ്ങൾ എന്തെങ്കിലും ഒരു ഉപ്പേരി, അങ്ങനെ രണ്ട് ഉപ്പേരി എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കൊരു അച്ചാറും കൂടി എടുക്കാം. ഇതാട്ടോ നമ്മുടെ അച്ചാർ. ഇത് നല്ല ചെമ്മീനില്ലേ, ചെമ്മീൻ അച്ചാറാണേ. ഇത് നാട്ടിൽ നിന്ന് ഇവിടുത്തെ ഉമ്മാൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വരുന്ന ഒരാളുടെ കയ്യിൽ ഇങ്ങോട്ട് കൊടുത്തു വിട്ടതാട്ടോ. 3 അച്ചാർ കൊടുത്തു വിട്ടു, നാരങ്ങ, മാങ്ങ, പിന്നെ ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചെമ്മീൻ അച്ചാർ എടുക്കാം. ഇത് കൂട്ടിയിട്ട് ഒരു ചോറൊരു പിടുത്തം. അപ്പോൾ ആരെങ്കിലും കൂടുതൽ എൻ്റെ കൂടെ കഴിക്കാൻ. അപ്പം ഞാനിങ്ങനെ കുറച്ച് മാങ്ങക്കറി, കുറച്ച് ഉപ്പേരി, കുറച്ച് ചെറുപയറുപ്പേരി. അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കുക, ഞാൻ തന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. ഇവിടെ തുമ്മ ഉണ്ടെങ്കിലേ എന്തുണ്ടാക്കി കൊടുത്താലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മീനൊക്കെ, മത്തി, അയിലൊക്കെ ഉമ്മാൻ്റെ ഫേവറേറ്റ് ആണ്. ഉണ്ടാക്കി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രംഷി നല്ലതാട്ടോ എന്ന് പറയുക. കേൾക്കുമ്പോൾ നമുക്കൊരു, നമ്മളുണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് നല്ലതെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലേ. അപ്പോൾ ഇന്ന് പറയാൻ ഇവിടെ ആരുമില്ല, അപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്ക് പറയുക. കൊള്ളാം. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചിരിക്കുവാണോ? അപ്പം ഒരു ദിവസം ഞാൻ ഈ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പി ഇടുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പം ഞാൻ എന്നും പറയും പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പം ഞാൻ പോട്ടെ. ഇനിയൊരു മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.